മക്കളെ, നിങ്ങളെല്ലാവരും ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഓൾ ഇന്ത്യ കോട്ടയിൽ എത്ര റാങ്ക് വരേക്കൊക്കെയാണ് അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്, അതിന് എത്ര മാർക്കൊക്കെ കിട്ടേണ്ടി വരും. ഓൾറെഡി മാർക്കിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. സാധാരണ കേസിൽ ഈ ഒരു വർഷം നമുക്കൊരു 520, 530 മാർക്സ് കിട്ടിയേക്കുന്ന കുട്ടികൾ സേഫ് സോണിലാണുള്ളത്. എന്തായാലും നമുക്ക് അഡ്മിഷൻ കിട്ടുമെന്നൊക്കെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു. ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു മാർക്ക് വരുമ്പോൾ നമുക്ക് എത്രത്തോളം റാങ്ക് വരും, ആ റാങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്, ഞാനൊരു 3 വർഷത്തെ കമ്പയർ ചെയ്തുകൊണ്ട് മക്കൾക്കൊന്ന് പറഞ്ഞുതരാം. ജനറൽ കോട്ടയിൽ വന്നിട്ട് 2023 23,674 ലാസ്റ്റ് റാങ്ക് കിട്ടിയേക്കുന്നത്. ഓൾ ഇന്ത്യ കോട്ടയിലാണ്. അത് 2024 ആയപ്പോൾ, അതായത് കഴിഞ്ഞ വർഷം 25,200ഓളം റാങ്കുള്ള കുട്ടിക്ക് വരെ അഡ്മിഷൻ കിട്ടി. ഈ വർഷം നമ്മുടെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26,500നും 27,000നും ഇടയിൽ വരുന്ന കുട്ടികൾക്ക് വരെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇതുപോലെ തന്നെ ബാക്കി നമുക്ക് വന്നിട്ട് OBC ആണെങ്കിൽ 23,675 ആയിരുന്നു 2023. 24 ആയപ്പോൾ അത് 25,212 മാറി. ഈ വർഷം 26,500നും 27,000നും ഇടയിലുള്ള കുട്ടികൾക്ക് ഈ ഒരു അഡ്മിഷൻ കിട്ടിയേക്കും. ദാറ്റ് മീൻസ് ജനറലും OBC തമ്മിൽ വലിയൊരു വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി EWS കാറ്റഗറിയിലുള്ള ആളുകൾ, ഓക്കെ, ഈ EWS കാറ്റഗറിയിൽ 25,013, നമ്മൾ നേരത്തെ 23,000 പറഞ്ഞപ്പോൾ 2023 അത് 25,013 റാങ്ക് കിട്ടിയേക്കുന്ന കുട്ടിക്ക് വരെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് 2024 ആയപ്പോൾ 25 എന്നുള്ളത് 27,899 വരെ കിട്ടി. 27,899. അപ്പോൾ ഈ വർഷത്തെ സാധ്യത എത്രയെന്ന് നമുക്ക് അറിയണ്ടേ? അത് വന്നിട്ട് ഒരു 28,400 മുതൽ 28,800 വരേക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, 28,000 പറഞ്ഞത്. ഇനി നമുക്ക് SC കാറ്റഗറിയിലാണെങ്കിൽ 1,29,158 വരേക്കായിരുന്നു SC കാറ്റഗറിയിലെ കുട്ടികൾക്ക് 2023 കിട്ടിയത്. അത് 2024 ആയപ്പോൾ അത് 1,39,193 വരെ. അപ്പോൾ ഈ വർഷത്തെ സാധ്യത എത്രയെന്ന് നമുക്ക് അറിയണ്ടേ? നമുക്കൊരു 1.45 to 1.5 ലാക്ക് വരേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ ST കാറ്റഗറിയിലാണ് മക്കൾ വരുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ വർഷം 2023 1,69,000 വരേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് 2024 ആയപ്പോൾ 1,68,888 വരേക്കാണ് കിട്ടിയത്. ഈ വർഷം നമുക്ക് 1,77,000 മുതൽ 1,81,000 വരേക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ 2 വർഷങ്ങളിൽ ഏതായിരുന്നു ലാസ്റ്റ് റാങ്ക് എന്നുള്ളതും. ഈ വർഷം ഞാൻ ഓൾറെഡി പറഞ്ഞു മക്കളോട് വീഡിയോയിൽ 600ഓളം സീറ്റുകൾ ഓൾ ഇന്ത്യയിൽ കൂടുകയാണ്. മൊത്തത്തിൽ 4,000 സീറ്റ് കൂടുന്നുണ്ട്. അതിൻ്റെ 15% എന്ന് പറയുമ്പോൾ 600ഓളം സീറ്റ് കൂടുതൽ വരികയാണ്. ഈ 600ഓളം സീറ്റുകളിലേക്ക് ഈ വർഷം ഫില്ലിംഗ് നടക്കും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ മക്കളൊരു കാര്യം പ്രതീക്ഷിച്ചോളൂ, ഈ വർഷം ഓൾ ഇന്ത്യ കോട്ടയിൽ കുറച്ചും കൂടെ റാങ്ക് നമ്മളത് മുന്നോട്ട് പോയാലും നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ടെൻഷൻ അടിക്കാതിരിക്കും കേട്ടോ. JPs ഉണ്ടാവും കൂടെ. ഇനിയും പുതിയ അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് ഈ ചാനലിൽ നമുക്ക് വീണ്ടും കാണാം.